ഗുഡ് മോർണിംഗ് എവരും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ മരണത്തിലേക്ക് ബാപ്റ്റിസം എടുത്തിരിക്കുന്നതായിട്ടുള്ള നമ്മൾ, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ പുതിയ ജീവിതത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ പാട്ടല്ല തിന്മ എന്നുള്ളത്. തിന്മയിൽ നിന്ന് ഓടി ഒളിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അല്ലെ, റൈച്ചസ് ആയിട്ടുള്ള ഗോഡ്ലിനെസ്, ഗോഡ്ലി ആയിട്ടുള്ള ഒരു ജീവിതത്തെ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ജീവിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത്. അന്യായമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്കൊന്നും സ്വർഗത്തിന്റെ രാജ്യത്തേക്ക് കടക്കാൻ സാധിക്കത്തില്ല. ഇത് ദൈവം പറഞ്ഞിരിക്കുന്നത് ചർച്ചിനോടാണ്, ലോകത്തിൽ കാണുന്ന മനുഷ്യരോടല്ല. ലോകത്തിൽ കാണുന്ന മനുഷ്യരോട് പറഞ്ഞത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മളെ ഫിയർ ആൻഡ് ട്രംബ്ലിങ്ങോട് കൂടി നമ്മുടെ സാൽവേഷനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോളി അല്ലാതെ ഒരു വ്യക്തിക്ക് പോലും ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കാൻ സാധിക്കത്തില്ല. പരിശുദ്ധമായിട്ട് നമ്മളെ തന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ കീപ്പ് ചെയ്യാം. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പരിശ്രമം ഉണ്ടാകണം. നമ്മളെ തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ഉള്ള പരിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന ഒന്നും നമ്മൾ ചെയ്യുന്ന വേറൊന്നാണെങ്കിൽ, അല്ലെ, ദ്രവ്യാഗ്രഹവും ആയിട്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിന്റെ ഒപ്പം നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. മുമ്പോട്ട് പോയി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവ് ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറഞ്ഞു, അങ്ങയുടെ വചനത്തിലായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങളെ ക്ലീൻ ആക്കുന്നു. കർത്താവ് അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയുടെ വെളിച്ചമാണ്. കർത്താവേ, പാതയിലെ വെളിച്ചമാണ് കർത്താവ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഫാദർ. ഞങ്ങളോട് സംസാരിക്കുന്നവർ നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളെ നയിക്കുന്നു, സത്യത്തിലേക്കും ജീവിതത്തിലേക്കും ജീവനിലേക്കും നയിക്കുന്നു. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. അപ്പോൾ ഫാദർ ഞങ്ങളോട് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് നമുക്കിന്ന് തിമോത്തിയിലേക്ക് പോകാം. 1 തിമോത്തിയുടെ 6 ചാപ്റ്ററിന്റെ 3 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. 1 തിമോത്തിയുടെ 6 ചാപ്റ്ററിന്റെ 3 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിഗത ഉപദേശവും അനുസരിക്കാതെ അന്യതയാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്ദത്തത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ചു ചേർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുശംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വൃത്യവാദം എന്നിവ ഉളവാക്കുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതുമില്ല. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷണത്തിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ കുടുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവരുന്നു, ബഹുദുഃഖങ്ങൾക്കും അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുത്തുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുകൊള്ളു. നീ നിഷ്കളങ്കരും നിരപരാധിയുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷം വരെ പ്രമാണിച്ചു കൊള്ളണം. അപ്പൊ തിമോത്തിയോട് പോൾ എഴുതുന്നതാണ്. തിമോത്തിക്ക് വേണ്ടി പോൾ എഴുതുന്ന കാര്യമാണ്. പക്ഷേ തിമോത്തിക്ക് തന്നെയല്ല എഴുതുന്നത്, ദൈവം നമ്മൾക്ക് കൂടിയാണ് എഴുതുന്നത്. പോൾ വഴി ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, അല്ലെ, തിന്മയെ വിട്ട് ഓടുക എന്ന് പറഞ്ഞു. നടന്നു പോലും പോകാനല്ല പറഞ്ഞേക്കുന്നത്, ഓടുക എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ അരികിൽ കൂടെ പോലും തിന്മ പോകരുത്. അല്ലെ, നമ്മള് ദൈവത്തിന്റെ മക്കളാണ്. അല്ലെ, ഇവിടെ 11ാമത്തെ വാക്ക് ഇങ്ങനെ പറയുക: നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവനെ, അല്ലെ, എന്നാ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെതായിട്ടുള്ളവരാണ് നമ്മൾ. അല്ലെ, തിമോത്തിയെ പറ്റി പോൾ ഇങ്ങനെ പറയുന്നത് ദൈവത്തിൻ്റെതാണ്. അല്ലെ, അങ്ങനെ ദൈവത്തിന്റെ ആയിട്ടുള്ളവര് അത് നീതി ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം, അല്ലെ, നീതികരമായിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിൽ, ഭക്തി ഇല്ലാത്ത കാര്യങ്ങളാണ്, വിശ്വാസമില്ലാത്ത കാര്യങ്ങളാണ്, സ്നേഹമില്ലാത്ത, ദൈവത്തിന്റെ വഴിയല്ലാത്ത ഒന്നിന്റെയും അടുത്ത് നിൽക്കരുത്. ഒന്നും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ ഇടവരുത്തരുത്. ഇപ്പൊ 3ാമത്തെ വാക്കൂട്ട് താഴേക്ക് വരുമ്പോ നമുക്കറിയാം 5 വരെ ഉള്ള കാര്യങ്ങള് ഇവിടെ പോൾ വഴി
ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിച്ച് യേശുക്രിസ്തുവിന്റെ പത്യവചനം അല്ലെ, യേശുക്രിസ്തുവിന്റെ വചനത്തെ വരെ എന്താ പറയാ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യേശുവിന്റെ വചനം പോലും അനുസരിക്കാൻ കൂട്ടാക്കാതെ അല്ലെ അന്യത ഉപദേശിക്കുന്നവർ ഒന്നും തിരിച്ചറിയാത്തവരും തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നവരുമാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്താ പറയാ റോങ് ആയിട്ട് ഡോക്ടറിൻ പഠിപ്പിക്കുന്ന ആൾക്കാരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അവര് ഒരു ഗുണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവര് ഭക്തിയെ ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു അല്ലെ. ഭക്തിയെ ആദായ സൂത്രം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഭക്തി കൊണ്ട് അവർക്ക് എങ്ങനെയാണ് ആദായം ഉണ്ടാക്കാൻ സാധിക്കുക, എങ്ങനെ പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത്, ആൾക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് തരത്തിലുള്ള എന്താ പറയാ ഡോക്ടർ എന്ന് പറയാതെ അല്ലെ, വചനം പറയാതെ മനുഷ്യരെ എപ്പോഴും ഒരു പേടിന്റെ ഒരു അങ്ങനെ ഒരു മറയിലൊക്കെ നിർത്തിക്കൊണ്ട് അങ്ങനെയൊക്കെ എത്രയോ പാസ്റ്റർമാർ ചെയ്യുന്ന കാര്യങ്ങൾ, പാസ്റ്റർമാരെന്നില്ല എത്രയോ ദൈവത്തിന്റെ വേലയ്ക്കാന്ന് പറഞ്ഞ് ചെയ്യുന്ന ദൈവത്തിന്റെ വേല ചെയ്യുന്ന വ്യക്തികളെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എത്രയോ പേരുണ്ടല്ലേ. തങ്ങളെ തന്നെ ആശ്രയിക്കണം, അവര് കോൺഗ്രിഗേഷൻ മെമ്പർ ചർച്ചിലുള്ള ആൾക്കാർ തങ്ങളെ തന്നെ ആശ്രയിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഡോക്ടറിനൊക്കെ ആയിട്ട് എപ്പോഴും ആ ചർച്ചിലുള്ളവരുടെ കോൺഗ്രിഗേഷൻ മെമ്പേഴ്സിന് ഒരു തരത്തിലുള്ള ഒരു ഭയത്തിലും ഒരു ഭീതിയിലും നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നൊരു പാപം ചെയ്യുന്നത് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ പാതാളത്തിൽ പോവും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അങ്ങനത്തെയുള്ള വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ ഭയപ്പെടുത്തി വെച്ചുകൊണ്ട് ഇരിക്കുകയും പിന്നെ എന്താ പറയുക പാസ്റ്ററാണ് ഏറ്റവും വലിയ ആള്, ഏറ്റവും വലിയ പ്രോഫറ്റ് എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ അല്ലെ കൊണ്ടുവന്നിട്ട് പാസ്റ്ററിനോട് കാര്യങ്ങൾ എല്ലാം എന്താ പറയുക പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല, പാസ്റ്റർ മാത്രം ദൈവമായിട്ടൊരു അത്രയും വലിയൊരു അടുപ്പത്തിൽ നിൽക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് അല്ലെ. നമുക്കറിയാം, ഞാനിപ്പോ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ, ഒരുപാട് അതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്ന ഒരുപാട് ചർച്ചകളുണ്ട് അല്ലെ. നമുക്ക് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പാസ്റ്റർമാരെയും പ്രീച്ചർമാരെയും അല്ലെ പ്രോഫറ്റുമാരെയും ഒക്കെ ഭയങ്കര ഒരു പെഡസ്റ്റലിൽ നിർത്തിയിരിക്കുന്ന ഭയങ്കര ഒരു കാര്യമായിട്ട് നിർത്തിയിട്ട് അവര് ഓക്കെ ദൈവത്തിന്റെ വർക്ക് ചെയ്യുന്നത് അവർക്ക് മഹാന്മാരായിട്ടുള്ള ആളുകൾ തന്നെ, പക്ഷെ എന്താ പറയുക ഒരുപാട് ഭയങ്കര ഇമ്പോർട്ടൻസ് എല്ലാം കൊടുത്തുകൊണ്ട് ഒരു വേറൊരു ലെവലിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് അല്ലെ, ദൈവത്തെ ആരാധിക്കുന്ന അത്രയും ഒരു തരത്തിലുള്ള ആരാധനയൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ മനുഷ്യരെ ആരാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ നടക്കുന്ന അതേ കാര്യങ്ങൾ ഇന്നിപ്പോ ഇന്ത്യയിലേക്കും പല രാജ്യങ്ങളിലേക്കും ഒക്കെ വ്യാപിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അവരെല്ലാം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഡോക്ടറിൻ യേശുക്രിസ്തു എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് ആ വചനത്തെ ദൈവത്തിന്റെ വചനത്തെ തന്നെ ഒടിച്ച് നുറുക്കി അല്ലെ അവർക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് എന്നും ആളുകൾ അവരുടെ കീഴിൽ വരത്തക്ക രീതിയിൽ അല്ലെ അവരെ എന്നും പേടിച്ച് അവർക്ക് മാത്രമാണ് ദൈവം റെവലേഷൻസ് അല്ലെ വെളിപാടുകൾ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലേക്കൊക്കെ ആക്കിയിട്ട് എന്നും ആൾക്കാരെ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നത്. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ ദൈവം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുക, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവര് ചെയ്യുന്നത് അവരുടെ എന്താ പറയാ അവർക്ക് അവരുടെ ആദായം മണി ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെ, മണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവര് പഠിപ്പിക്കുന്നത് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ മൂന്നാമത്തെ വാക്കില് 3-4 വാക്കുകൾ ഇങ്ങനെ പറയുന്നത് ദൂഷണം, ദുശംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളും മനുഷ്യരുടെ വ്യർത്ഥാവാദം എന്നിവ ഉളവാക്കുന്നു അല്ലെ. ദൂഷണം, അസൂയയും ശണ്ടയും അല്ലെ, നേരെ ചൊവ്വയായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ, യേശുവിന്റെ സ്വഭാവം നമുക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ അല്ലെ, യേശുവാണ് ഷെപ്പേർഡ്, യേശുവാണ് മാസ്റ്റർ, ആ മാസ്റ്ററിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ടീച്ചിങ് അല്ല നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ, യേശുവായിട്ട് മനുഷ്യരെ ബന്ധത്തിലാക്കുകയും സ്നേഹബന്ധത്തിലാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ടീച്ചിങ് അല്ല നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അത് ആ ടീച്ചിങ് എന്ന് പറഞ്ഞാല് എന്താ പറയുക ദൈവത്തിനെതിരായിട്ടുള്ളതായിരിക്കും, അത് ജഡത്തിന്റെ തരത്തിലുള്ളതായിരിക്കും. പിന്നെ ഇതേ തിമോഥെയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പോലെ അത് ഡീമൺസിന്റെ ഡോക്ടറിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പലരും അവസാന കാലമാകുമ്പോൾ ഡിസീവിങ് സ്പിരിറ്റിനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഡീമൺസിന്റെ ഡോക്ടറിനെ വിശ്വസിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞിരിക്കുന്നത്
അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ യേശുവിന്റെ പത്യവചനം ഉപദേശിക്കാൻ താല്പര്യമില്ല, അവരുടേതായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യം ഇതാ, ഡീമൺസിന്റെ ഡോക്ട്രിൻസ് അല്ലെ, പിശാചിന്റെ അവൻ കൊടുക്കുന്ന അവന്റെ അറിവ്, അതാണ് ഗോസ്പലിന്റെ രൂപത്തിൽ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് ഇത് ഭക്തി അവർക്ക് ആദായം ഉണ്ടാക്കുന്നതിനുള്ള, വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കരുതുന്നു. പിന്നെ താഴേക്ക് പറയുക, എന്താ പറയുക, ധനികരാകാൻ ശ്രമിക്കുന്ന ആൾക്കാർ, എന്ത് രീതിയിലും ധനികരാകാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഉണ്ട് അല്ലെ. അപ്പോ തിമോത്തിയോട് പോള് പറയുക, മകനെ തിമോത്തി, ഇതിൽ നിന്നെല്ലാം ഓടി ഒളിക്കുക എന്നാ പറഞ്ഞിരിക്കുക. ഇതൊന്നും നമുക്ക് പറഞ്ഞിരിക്കുന്നതല്ല, നമ്മൾ അങ്ങനെയാകരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓരോ വിശ്വാസിയോടും ദൈവം പറഞ്ഞ കാര്യം ഇത്, ഇങ്ങനെയുള്ള രീതിയിൽ ഉള്ള ജീവിതം നിങ്ങൾ ആയിരിക്കും ജീവിക്കുന്നത് അല്ലെ, ആയിരിക്കും നിങ്ങൾ ജീവിക്കുമെന്ന് പറയുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന പരീക്ഷയിലും കെണിയിലും കുടുങ്ങിയ മനുഷ്യരാൽ സംഹാര നാശങ്ങൾ കുടുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു അല്ലെ. പലതരത്തിൽ ടെംപ്ടേഷൻ ഇരയായി തീരുകയും, പല രീതിയിൽ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു മാനസികാവസ്ഥയിലേക്ക് ആൾക്കാർ പോകുമ്പോൾ നമുക്കറിയാം, ഇതേ പത്താമത്തെ വാക്ക് പറയാം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലം അല്ലെ. പണം എങ്ങനെയും ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് കൂടിക്കഴിയുമ്പോൾ, മുമ്പിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, 3 തൊട്ട് നമ്മളിപ്പോ 5 വരെ വായിച്ച വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മാസ്റ്റർമാരായിട്ടും ടീച്ചർമാരായിട്ടും പ്രോഫറ്റുമാരായിട്ടും എന്താ പറയുക, എങ്ങനെയെങ്കിലും മനുഷ്യരെ പറ്റിച്ച് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തിലേക്ക് പോകുന്നു. ചില ആൾക്കാർ വേറെ രീതിയിലുള്ള രീതികളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ഇതെല്ലാം നാശത്തിന്റെ വഴിയാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും ദൈവത്തിലേക്ക് കൊണ്ടുവരത്തില്ല, ഒരു വ്യക്തിനെ അടുപ്പിക്കത്തില്ല. ദൈവം നമ്മളെ എന്താ പറയുക, നമ്മളെ പണം ഉള്ളവരാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രോസ്പെരിറ്റി ദൈവത്തിൽ നിന്നുള്ളതാണ് അല്ലെ. പ്രോസ്പെരിറ്റി നമ്മളുടെ ജീവിതത്തിന്റെ എന്താ പറയുക, എല്ലാ ഏരിയയും ഒരുപോലെ പ്രോസ്പെറസ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളിപ്പോ 3-ാമത്തെ ജോണിലേക്ക് പോകും, 1-ാമത്തെ ചാപ്റ്ററിലേക്ക് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ സോള് അല്ലെ, നമ്മുടെ പ്രാണനും ആത്മാവും എല്ലാം പ്രോസ്പെറസ് ആയി വരുന്നതൊപ്പം തന്നെ, അത് പ്രോസ്പെറസ് ആകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് പ്രോസ്പെറസ് ആകണം, നമ്മൾക്ക് ഫൈനാൻഷ്യലി നമ്മൾ പ്രോസ്പെറസ് ആകണം. അങ്ങനെയെല്ലാം ദൈവം ആഗ്രഹിക്കുന്നു അല്ലെ. അത് ദൈവത്തിന്റെ ഇഷ്ടം, ആഗ്രഹം തന്നെ ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഹിതമാണ്. ദൈവത്തിന്റെ മക്കൾ ഒരാൾ പോലും പട്ടിണി കിടക്കരുത് എന്ന്, അത് ദൈവത്തിന്റെ ഹിതമാണ് അല്ലെ. അപ്പോ അതിനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്ത് തരുക തന്നെ ചെയ്യും. പക്ഷെ അപ്പൊ നമ്മൾ പണത്തിന്റെ പുറകെ പോകും. ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെയല്ല പറയുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ റിച്ചാക്കും. പക്ഷെ ആ റിച്ചസ്നെസ്സിലേക്ക്, ആ വെൽത്തിലേക്ക് ദൈവം ഒരിക്കൽ പോലും സങ്കടം ഇടത്തില്ല അല്ലെ. അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് പണം ഉണ്ടാകണം, നമുക്ക് പണക്കാരനാണ്, നമുക്ക് ഭയങ്കര വെൽത്തി ആണെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ ചെയ്യുന്നത് മൊത്തം മോശപ്പെട്ടേക്ക്, പലതരത്തിൽ ടെംപ്ടേഷനിൽ അകപ്പെട്ടു പോകും, പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകും, റോങ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കും. അങ്ങനെ പോൾ ഇവിടെ പറയാം, തിമോത്തിയോട് പറയുക, തിമോത്തി മകനെ, നീ ആ ഒരു ഗണത്തിൽപ്പെടുന്നവർ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ തിമോത്തിയോട് പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിനെല്ലാം ചാൻസ് ഉണ്ടോ എന്ന് ചുരുക്കം അല്ലെ. റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ, ശരിയായിട്ടല്ലാത്ത ദൈവത്തിന്റെ പത്യവചനം ഒന്നും പഠിപ്പിക്കാതെ മനുഷ്യരെ ഇങ്ങനെ ബന്ധനത്തിലാക്കി വെച്ചുകൊണ്ട് പണം ഉണ്ടാക്കാനുള്ള മാർഗവും നമുക്ക് ചർച്ചയിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ട്, അപ്ലൈ ചെയ്യാനും പറ്റും അല്ലെ. അല്ലാതെ റോങ് ആയിട്ടുള്ള രീതിയിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിശ്വാസികളും ഉണ്ട്. അതുമൊക്കെ സാധ്യമാണ്, എല്ലാം സാധ്യമാണ് അല്ലെ. പോസിബിലിറ്റി ഉണ്ട്, എല്ലാത്തിനും പോസിബിലിറ്റി ഉണ്ട്. അതാണ് പോൾ ഇവിടെ പറയുന്നത്, ഇങ്ങനെയുള്ളൊരു ജീവിതം ആയിരിക്കരുത്. പക്ഷെ ഇവിടെ തിമോത്തിയോട് പറഞ്ഞിരിക്കുക, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോളെ, നീ ദൈവത്തിൻ്റെതാണ് അല്ലെ. നീ ദൈവത്തിൻ്റെതാകുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ദൈവം എന്താണ് നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നടക്കണം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അത് വിട്ടോടി അല്ലെ, ഓടുക എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഏരിയയിൽ നിൽക്കുക എന്ന് പറഞ്ഞിരിക്കുക. നീ വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക എന്ന് പറഞ്ഞിരിക്കുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക അല്ലെ, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികൾ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ.
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കും വിശ്വാസത്തിന്റെ അല്ലെ ഗോഡ്ലി ലൈഫ് ഒരു എന്താ പറയാ വിശ്വാസം എന്നുള്ളത് ഒരു നേരം നമ്മൾ ചർച്ചിൽ പോകേണ്ട സൺഡേ ഒരു ചർച്ചിൽ പോകേണ്ട ഇച്ചിരി ബൈബിൾ വായിച്ചു എന്നുള്ളതോട് മാത്രമല്ല വിശ്വാസം എന്നുള്ളത് ജീവിതത്തിന്റെ ശൈലിയാണ് അല്ലെ ആ ജീവിത ശൈലിയിൽ യേശുവിന്റെ ഒപ്പം യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന അങ്ങനെ ഒരു ജീവിതം അല്ലെ എന്താ പറയാ നീതിക്ക് വേണ്ടി നീതി ഭക്തി വിശ്വാസം സ്നേഹം എന്നിവ പിന്തുടരുക എന്ന് പറഞ്ഞു. ഇപ്പൊ നീതി പിന്തുടരാൻ പറയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ നീതി തന്നിട്ടുണ്ടല്ലോ അല്ലെ, പിന്നെ എന്തിനാണ് നമ്മൾ പിന്തുടരുന്ന് വിചാരിക്കും, നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് റൈച്ചസ്നെസ് തന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് പിന്തുടരുന്ന് എന്തുകൊണ്ടാണ് പെർസ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പൊ എന്തിനാന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പോയി നമ്മൾ റൈച്ചസ്നെസ് നമുക്ക് പിന്നെ ഉണ്ടാക്കാനല്ല ദൈവം പറയുന്നത്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ റൈച്ചസ്നെസ് ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കുന്ന വ്യക്തികളാകുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ വേറൊരു കാര്യം മുമ്പേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ പറയട്ടെ. നമ്മൾക്ക് എന്താ പറയുന്നത്, ഏഴാമത്തെ വാക്കിൽ പറഞ്ഞത് ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുകയുമില്ല അല്ലെ. അത് നമുക്ക് സാധാരണ നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ വെറും കൈയായിട്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ വെറും കൈയായിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാറുണ്ട്, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പണവും പദവിയും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം റെവലേഷനിലേക്ക് പോകുമ്പോ വെളിപാടിലേക്ക് പോകുമ്പോ 14ാമത്തെ ചാപ്റ്ററില് 13ാമത്തെ വാക്കില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ദൈവത്തിൽ ചെയ്യുന്ന വർക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. അത് നമ്മളെ ഫോളോ ചെയ്യുക തന്നെ, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വർക്ക്, ദൈവത്തിന്റെ ഇഷ്ടപ്രത്തിന് പ്രകാരം നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വർക്ക് നമ്മളെ ഫോളോ ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അത് ദൈവത്തിന് വേണ്ടി ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വർക്കിനെ പറ്റിയാണ് പറഞ്ഞത്, അല്ലാതെ ഈ ലോകത്തിലുള്ള പണവും സ്വത്തും അങ്ങനെ അതിനെ പറ്റി ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മളോട് ഇങ്ങനെ പറയുക നല്ല പോർ പൊരുത്തുക എന്ന് പറഞ്ഞത്, നല്ല പോർ പൊരുത്തുക നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്ലെ, ആ വിശ്വാസത്തെ കാക്കുന്നതിന് വേണ്ടി ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവത്തിലായിരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് ഒരുപാട് മക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അല്ലെ, ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് നല്ല പോര് പൊരുന്ന വ്യക്തികൾ ആയിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. കൊളോഷ്യർക്ക് ലേഖനത്തിൽ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ മരണത്തിൽ നമ്മൾ എന്താ പറയുന്നത് യേശുവിന്റെ മരണത്തിലേക്കാണ് നമ്മൾ ബാപ്റ്റിസം എടുത്തിരിക്കുന്നത് അല്ലെ. റോമകത്ത് ലേഖനത്തിൽ 6ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിക്കുന്നത്, യേശുവിന്റെ മരണത്തിലേക്ക് ബാപ്റ്റിസം എടുത്തിരിക്കുന്ന വ്യക്തി അവിടെ നിന്ന് പൊങ്ങി വരുമ്പോൾ ക്രിസ്തുവിന്റെ ഒപ്പം അല്ലെ, ക്രിസ്തുവിലേക്കാണ് വന്നിരിക്കുന്നത്, ക്രിസ്തുവിന്റെ ഒപ്പം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഈ ലോകത്തിന്റെ കാര്യങ്ങളെ പറ്റി പോകരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോ ക്രിസ്തു ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഉയരത്തിലുള്ളതിനെ പറ്റി അന്വേഷിക്കാൻ പറയുമ്പം നമ്മള് ഒരു പുതിയ ക്രിയേഷൻ ആണെന്ന് ദൈവം പറയുന്നു അല്ലെ. പഴയതെല്ലാം പോയി, ഇതൊരു പുതിയ ക്രിയേഷനാണ്, പഴയതിൻ്റെതായിട്ടുള്ള ഒരു പാട്ടുമായിട്ട് നമ്മൾ ഇരിക്കരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ പുതിയ ക്രിയേഷൻ സ്വഭാവത്തെ പറ്റി നമുക്ക് ഇതേ തന്നെ ചാപ്റ്റർ കൊളോഷ്യന്റെ 3ന്റെ 12 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവു ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവനും വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവാൻ എല്ലാത്തിന്മീതെ സമ്പൂർണതയോട് ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിക്കും അല്ലെ, നന്ദിയുള്ളവരായിരിക്കുക, താഴ്മയുള്ളവരായിരിക്കുക, ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുന്നവരായിരിക്കുക, സമാധാനം കാക്ഷിക്കുന്നവരായിരിക്കുക, സമാധാന പ്രിയരായിരിക്കുക, സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികളായിരിക്കുക, സ്നേഹം ധരിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കും, യേശുവിനെ പോലെ യേശുവിനെ ധരിച്ചിരിക്കുന്നവരായിരിക്കും. ഗലാത്യർക്ക് ലേഖനത്തിൽ 3 ഇങ്ങനെ പഠിക്കുന്നത് യേശുവിനെ ധരിച്ചവരായിരിക്കും അല്ലെ. അപ്പോ അതാണ് പുതിയ ജീവിതത്തെ പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത്, നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ തിമോത്തിയോട് പോള് പറഞ്ഞിരിക്കുന്നത്, എന്താ പറയാ, ദുർനടപ്പൊന്നും ഒന്നുമില്ല, അതിൽ നിന്നെല്ലാം അല്ലെ, തിന്മയിൽ നിന്നെല്ലാം വിട്ട് ഓടി എന്താ പറയാ നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവ പിന്തുടരുക അല്ലെ. അതിനായിട്ട് ജീവിക്കുക, നീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി, നീതിക്ക് വേണ്ടി അല്ലെ, ദൈവത്തിന്റെ നീതി തന്നിരിക്കുക, നീതിയിൽ ജീവിക്കുക, ഭക്തിക്ക് വേണ്ടി ജീവിക്കുക, ഭക്തിപരമായിട്ടുള്ള ജീവിതം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെതായിട്ട് ജീവിതശൈലി വിശ്വാസം എന്നുള്ളതായിരിക്കട്ടെ, പിന്നെ എന്താ പറയാ സ്നേഹം ക്ഷമ സൗമ്യത എല്ലാം അങ്ങനെ ഒരു ജീവിതം ദൈവത്തിലായിരിക്കും ജീവിതം, യേശുവിനെ പോലെ ആയിരിക്കുന്ന ജീവിതം, അങ്ങനെ ഒരു ജീവിതം നമ്മളായിരിക്കട്ടെ. നമുക്ക് തന്നിരിക്കുന്ന സാൽവേഷൻ ജസ്റ്റിഫിക്കേഷൻ നടന്നു കഴിഞ്ഞിരിക്കും, സാൽവേഷൻ അവസാനമാണ് അല്ലെ.
ഓരോ ദിവസം യേശുവിന്റെ ഒപ്പം നടന്ന അവസാനമാണ് നമുക്ക് അൾട്ടിമേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പൊ അതുവരെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നന്മ, ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നന്മയെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ജീവിതം ജീവിക്കാം. ദൈവത്തിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്കറിയാം, ഈ ഓരോ ദിവസം ചെല്ലുന്തോറും അവന്റെ വരവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കണം. അവന്റെ വരവിൽ നിന്ന് നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയല്ല, അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾക്ക് എന്ന് വേണമെങ്കിലും ദൈവം വരാം, അല്ലെ? നമ്മളെ എന്ന് വേണമെങ്കിലും യേശുക്രിസ്തു വരുന്നതിന് മുമ്പേ യേശുവിൽ ചേർക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ അത് ഏത് നിമിഷം വേണമെങ്കിലും നടക്കാം, അല്ലെ? അതുകൊണ്ട് ഇങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, നല്ല പോർ പൊരുതുന്ന ആൾക്കാരായിരിക്കുക. നല്ല പോർ പൊരുതുന്ന ആൾക്കാരായിരിക്കുക. വിശ്വാസത്തിന് വേണ്ടി ദൈവം നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നിരിക്കുന്ന ദൈവത്തിന്റെ ജീവിതത്തിനു വേണ്ടി, ദൈവത്തിന്റെ ജീവനു വേണ്ടി നല്ല പൊരുതുന്ന വ്യക്തികളായിരിക്കുക. നഷ്ടപ്പെട്ടു പോകാൻ ഒരു ജീവിതമേ ഉള്ളൂ. നേടാനാണ് യേശുവിന്റെ ഒപ്പമുള്ള ജീവിതമാണ്, അല്ലെ? അപ്പോ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. നല്ല പൊരുതുന്ന വ്യക്തികളായിരിക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന സാൽവേഷൻ, നമുക്ക് ദൈവമായിട്ട് എന്താ പറയുക, നിരപ്പിലായിരിക്കുകയാണ്. അതിൽ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇഞ്ച് പോലും എന്താ പറയാ മൂവ് ചെയ്യാത്ത വ്യക്തികളായിരിക്കാം നമുക്ക്. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയുള്ളത്. അപ്പൊ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നത്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. ഹല്ലേലൂയ ഫാദർ ഗോഡ് ഓൾമൈറ്റി. ഞങ്ങളെ വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, പാപികളായിരുന്ന സമയത്ത് കർത്താവ് ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവ്, നിങ്ങളുടെ സ്നേഹം ഞങ്ങളെ തേടിയെത്തുന്ന സ്നേഹ കർത്താവേ, എത്തിയ സ്നേഹ കർത്താവ് ലോർഡ് ഫാദർ, ഇന്നും അങ്ങനെ തന്നെ കർത്താവ്. അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത്, ഞങ്ങളെ സ്നേഹിക്കുക എന്നുള്ളൊരു തീരുമാനം അങ്ങ് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ജീവിതമുള്ളത്. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങ് തന്നിരിക്കുന്ന ആ സ്നേഹവും ആ സമാധാനവും കർത്താവ്, ആ ഭക്തിയും വിശ്വാസവും കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്, ആ ഗോഡ്ലിനെസ്സും എല്ലാം, റൈച്ചസ്നെസ്, അതിലെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവ് ലോർഡ് ഫാദർ നല്ല പൊരുതി കർത്താവ് അവസാനത്തെ ശ്വാസം വരെ നല്ല പൊരുതുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ, യേശുവിന്റെ നാമം തന്നെ. ആമേൻ. കേട്ടതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അതിനായിട്ട് ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അത് കേട്ടതിന് നന്ദി. ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.